ഹലോ എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിലെ ഓൾജിബ്രൈക് ഐഡൻറ്റിറ്റി 5 ആണ് പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ഇതിനു മുമ്പുള്ള ടോപ്പിക്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഐഡൻറ്റിറ്റി 5 എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ദി ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര ടേം ഉണ്ടെന്ന് നോക്കുക. 1 2 3 3 ടേം ഉണ്ട്. പിന്നെ പവർ എന്താ വന്നിരിക്കുന്നത്? സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നതാണ് എക്സ്പാൻഡഡ് ഫോം. അപ്പോൾ എക്സ് സ്ക്വയർ ഫസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ, ഇനി സെക്കൻഡ് ടേമിൻ്റെ സ്ക്വയർ വൈ സ്ക്വയർ, തേർഡ് ടേമിൻ്റെ സ്ക്വയർ സെഡ് സ്ക്വയർ. ഇനി അടുത്തത് എന്തൊക്കെയാണ്? എക്സ് വൈ ഫസ്റ്റ് ടേമിൻ്റെയും സെക്കൻഡ് ടേമിൻ്റെയും പ്രോഡക്റ്റ് ഇൻറ്റു 2. അത് ഇനി അടുത്തത് 2yz സെക്കൻഡ് ടേമിൻ്റെയും തേർഡ് ടേമിൻ്റെയും പ്രോഡക്റ്റ് ഇൻറ്റു 2. ഇനി അടുത്തത് എന്താണ്? സെഡ് എക്സ് അല്ലെങ്കിൽ എക്സ് സെഡ് എന്ന് എഴുതാം, ഏതായാലും ശരിയാണ്. ഇനി അതിൻ്റെ ട്വൈസ്. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര ടേം വരുന്നുണ്ട്? 6 ടേംസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി നന്നായി പഠിച്ച് നന്നായി മനസ്സിലാക്കി വയ്ക്കുക. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ദി ഹോൾ സ്ക്വയർ എത്ര ടേം ഉണ്ടെന്നാണ് നോക്കേണ്ടത്. പിന്നെ പവർ നോക്കുക. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് വരുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് 2yz പ്ലസ് 2zx. അവിടെ 6 ടേം വരുന്നുണ്ട്. ഫസ്റ്റ് 3 ടേം എന്ന് പറയുന്നത് ഈ ലെഫ്റ്റിലുള്ള ഓരോ ടേമിൻ്റെയും സ്ക്വയർ, പിന്നെ ലെഫ്റ്റിലുള്ള രണ്ട് ടേമിൻ്റെ പ്രോഡക്റ്റ് ഇൻറ്റു ട്വൈസ്. അടുത്തൊരു പ്രോബ്ലം ആണ് എക്സ്പാൻഡ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് യൂസിങ് സ്യൂട്ടബിൾ ഐഡൻറ്റിറ്റീസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് പ്ലസ് 2y പ്ലസ് 4z ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ ആദ്യം എത്ര ടേം ഉണ്ടെന്ന് നോക്കാം. ഇവിടെ 3 ടേം ഉണ്ട്. പിന്നെ പവർ വന്നിരിക്കുന്നത് സ്ക്വയർ ആണ്. അപ്പോൾ ഇത് ഏത് ഐഡൻറ്റിറ്റി ആയിരിക്കും? ഫിഫ്ത്ത് ഐഡൻറ്റിറ്റി. അപ്പോൾ ആദ്യം തന്നെ ഐഡൻറ്റിറ്റി എഴുതാം. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് 2yz പ്ലസ് 2xz. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതാം. എക്സ് പ്ലസ് 2y പ്ലസ് 4z ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഇനി ഫസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ, ഇവിടെ സെക്കൻഡ് ടേം വന്നത് 2y, 2yയുടെ സ്ക്വയർ 2y ദി ഹോൾ സ്ക്വയർ പ്ലസ് ഇനി തേർഡ് ടേം 4zൻ്റെ സ്ക്വയർ പ്ലസ് 2, ഇനി 2xy എന്ന് പറയുമ്പോൾ വേണ്ട എന്ത് വരും? 2 ഇൻറ്റു ഫസ്റ്റ് ടേം എക്സ്, ഇനി സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 2y പ്ലസ് ഇനി 2 ഇൻറ്റു ഈ ടേം. അപ്പോൾ വൈ സെഡ് എന്ന് പറയുമ്പോൾ എന്തായാലും സെക്കൻഡ് ടേമും തേർഡ് ടേമിൻ്റെ പ്രോഡക്റ്റ്. അപ്പോൾ y എന്ന് പറയുന്നത് ഇവിടെ 2y, ഇനി തേർഡ് ടേം ആയിട്ട് ഇവിടെ വരുന്നത് എന്താ? 4z. ഇനി 2 ഇൻറ്റു എക്സ് സെഡ്, അതായത് 2 ഇൻറ്റു ഫസ്റ്റ് ടേം ഇൻറ്റു തേർഡ് ടേം 4z. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് സ്ക്വയർ ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 2y ദി ഹോൾ സ്ക്വയർ എന്ത് വരും? 4y സ്ക്വയർ പ്ലസ് ഇനി 4z ദി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം 16z സ്ക്വയർ പ്ലസ് ഇനി 2 ഇൻറ്റു എക്സ് ഇൻറ്റു 2y. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു 2 കോൺസ്റ്റൻറ്റ് ടൈമിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 2 4. പിന്നെ ഇവിടെ വേരിയബിൾസ് എന്താ? എക്സും വൈയും. അവരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എക്സ് വൈ. അടുത്തത് 2 ഇൻറ്റു 2y ഇൻറ്റു 4z. അവിടെയും കോൺസ്റ്റൻറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 4 16. ഇനി അവിടെ വേരിയബിൾസ് എന്തൊക്കെയാണ് വരുന്നത്? വൈയും സെഡും. അപ്പോൾ അവരുടെ പ്രോഡക്റ്റ് വൈ സെഡ് പ്ലസ് ഇനി ലാസ്റ്റ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 4z. അപ്പോൾ 2 ഇൻറ്റു 4 കോൺസ്റ്റൻറ്റ് ടൈമിൽ മൾട്ടിപ്ലൈ ചെയ്തു 8. ഇനി അവിടെ വേരിയബിൾസ് എന്തൊക്കെയാണ് വരുന്നത്? എക്സും സെഡും. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പാൻഡഡ് ഫോം. അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പാൻഡ് ചെയ്യാൻ തന്നെയാണ്. അതിൻ്റെ പ്രോബ്ലം -2x പ്ലസ് 5y മൈനസ് 3z ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര ടേം ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എത്ര ടേം ഉണ്ട്? 3 ടേം. -2x പ്ലസ് 5y മൈനസ് 3z 3 ടേം ഉണ്ട്. പിന്നെ അവരുടെ പവർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ട ഐഡൻറ്റിറ്റി ഏതാണ്? ഫിഫ്ത്ത് ഐഡൻറ്റിറ്റി. അപ്പോൾ ആദ്യം തന്നെ ആ ഫിഫ്ത്ത് ഐഡൻറ്റിറ്റി എഴുതാം. ഇനി നമ്മുടെ പ്രോബ്ലം എഴുതാം. -2x പ്ലസ് 5y മൈനസ് 3z ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു,
ഇനി ഇവിടെ ഫസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ, അപ്പം മൈനസ് 2x സ്ക്വയർ, മൈനസ് 2x ദി ഹോൾ സ്ക്വയർ പ്ലസ് 5y ദി ഹോൾ സ്ക്വയർ പ്ലസ് തേർഡ് ടേം എന്താ മൈനസ് 3z ദി ഹോൾ സ്ക്വയർ പ്ലസ് ഇനി 2 ഇൻറ്റു ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം. ഇപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് മൈനസ് 2x, സെക്കൻഡ് ടേം 5y പ്ലസ് ഇനി 2 ഇൻറ്റു സെക്കൻഡ് ടേം ഇൻറ്റു തേർഡ് ടേം. ഇനി അടുത്തത് എന്താണ് 2 ഇൻറ്റു ഫസ്റ്റ് ടേം ഇൻറ്റു തേർഡ് ടേം. ഇനി നമുക്ക് അവരുടെ സ്ക്വയറും പ്രോഡക്റ്റും ഒക്കെ ചെയ്യാം. അപ്പം ആദ്യം മൈനസ് 2x ദി ഹോൾ സ്ക്വയർ, അപ്പോൾ എന്ത് വരിക മൈനസ് ഒക്കെ സ്ക്വയർ ചെയ്യുമ്പോൾ പോകും. അപ്പോൾ 4x സ്ക്വയർ പ്ലസ് ഇനി അടുത്തത് 5y ദി ഹോൾ സ്ക്വയർ, അപ്പോൾ എന്ത് വരും 25y സ്ക്വയർ. ഇനി അടുത്തത് മൈനസ് 3z ദി ഹോൾ സ്ക്വയർ, അപ്പോൾ എന്ത് വരും 9z സ്ക്വയർ പ്ലസ് ഇനി 2 ഇൻറ്റു മൈനസ് 2x ഇൻറ്റു 5y, അപ്പോൾ 2 ഇൻറ്റു മൈനസ് 2 മൈനസ് 4, മൈനസ് 4 ഇൻറ്റു 5 എന്ത് വരും മൈനസ് 20, അപ്പോൾ ഇവിടെ പ്ലസ് അല്ല മൈനസ് 20x y. ഇനി അടുത്തത് 2 ഇൻറ്റു 5y ഇൻറ്റു മൈനസ് 3z, ഇവിടെ 2 ഇൻറ്റു 5 10, 10 ഇൻറ്റു മൈനസ് 3 മൈനസ് 30, മൈനസ് 30. പിന്നെ എന്തൊക്കെയാണ് വേരിയബിൾസ് വൈയും സെഡും, വൈ സെഡ്. ഇനി അടുത്തത് 2 ഇൻറ്റു മൈനസ് 2x ഇൻറ്റു മൈനസ് 3z, അപ്പോൾ ഇവിടെ ആദ്യം കോൺസ്റ്റൻറ്റുകളൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു മൈനസ് 2 മൈനസ് 4, മൈനസ് 4 ഇൻറ്റു മൈനസ് 3 എന്ത് വരും പ്ലസ് 12, പ്ലസ് 12. ഇനി ഇവിടെ വേരിയബിൾസ് എന്തൊക്കെയാണ് എക്സും സെഡും, അപ്പോൾ 12x സെഡ്. ഇതാണ് നമ്മുടെ എക്സ്പാൻഡഡ് ഫോം. അടുത്ത പ്രോബ്ലം ഫാക്ടറൈസ്, പിന്നെ ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പ്രഷൻ ആദ്യം തന്നെ നോക്കുക, അതിൻ്റെ ടേമുകളും അതിൻ്റെ ഒരു രീതിയൊക്കെ നോക്കുക. അപ്പോൾ നമുക്കിതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പാൻഡ് എന്നായിരുന്നു തന്നിരിക്കുന്നത്, അതായത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തരും, നമ്മൾ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഫാക്ടറൈസ് എന്നാണ് തന്നിരിക്കുന്നത്, അതായത് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് തരും, നമ്മൾ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഐഡൻറ്റിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്ന ഈ എക്സ്പ്രഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫാക്ടേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ നോക്കുമ്പോൾ നമുക്കിത് ഏത് ഐഡൻറ്റിറ്റി ആണെന്ന് മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ 6 ടേം ഉണ്ട്, പിന്നെ ഓരോ ടേം ഫസ്റ്റ് 3 ടേം സ്ക്വയർ ആണ്, പിന്നത്തെ ടേമുകളെല്ലാം പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവും ഇത് 5th ഐഡൻറ്റിറ്റി ആണെന്ന്. അപ്പോൾ ആദ്യം തന്നെ 5th ഐഡൻറ്റിറ്റി എഴുതി വയ്ക്കുക. x പ്ലസ് വൈ പ്ലസ് സെഡ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് 2yz പ്ലസ് 2xz. ഇനി നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എഴുതാം. 4x സ്ക്വയർ പ്ലസ് 9y സ്ക്വയർ പ്ലസ് 16z സ്ക്വയർ പ്ലസ് 12xy മൈനസ് 24yz മൈനസ് 16xz. അപ്പോൾ ഇവിടെ കണ്ടോ ഈ മൈനസ് 24yz മൈനസ് 16xz. അപ്പോൾ ഇവിടെ ഈ രണ്ട് ടേമും നെഗറ്റീവാണ്. ഇത് നെഗറ്റീവ് ആകുമ്പോൾ നമ്മുടെ എക്സോ വൈയോ സെഡോ ഇതിൽ ഏതോ ഒരു ടേം നെഗറ്റീവാണ്. അത് ഏതാണ് നെഗറ്റീവ് എന്ന് കണ്ടുപിടിക്കാൻ നമ്മുടെ ഈ എക്സ്പാൻഷനിലെ ഈ രണ്ട് ടേമിലും ഏതാണ് കോമൺ ആയിട്ട് വന്ന വേരിയബിൾ നോക്കാം. അപ്പോൾ ഈ നെഗറ്റീവ് ആയിരുന്ന ടേമിൽ രണ്ടിലും കോമൺ ആയിട്ട് സെഡ് ഉണ്ട്. അപ്പോൾ സെഡിൻ്റെ ടേമാണ് നെഗറ്റീവ്. അപ്പോൾ ഇനി നമുക്ക് അത് മനസ്സിലാക്കി ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. അപ്പോൾ 4x സ്ക്വയർ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം 2x ദി ഹോൾ സ്ക്വയർ. അടുത്തത് y 9y സ്ക്വയർ എന്നാണ്, അപ്പോൾ അതിനെ നമുക്ക് 3y ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തത് 16z സ്ക്വയർ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു സെഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം 16z സ്ക്വയറിനെ മൈനസ് 4z ദി ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് 2x, y എന്ന് പറയുന്നത് 3y പ്ലസ് 2 ഇൻറ്റു 2x വൈയുടെ ടേം 3y ഇൻറ്റു സെഡിൻ്റെ ടേം മൈനസ് 4z പ്ലസ് 2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 2x, y സെഡ് എന്ന് പറയുന്നത് മൈനസ് 4z ഈക്വൽ ടു. ഇനിയിപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം നമുക്ക്
എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ദ ഹോൾ സ്ക്വയർ. ആ ഫോമിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് 2x, വൈ എന്ന് പറയുന്നത് 3y, സെഡ് എന്ന് പറയുന്നത് -4z ദി ഹോൾ സ്ക്വയർ. ഇനി ഇതിനെ നമുക്ക് ഫാക്ടേഴ്സ് ആക്കി എഴുതാം. അപ്പോൾ 2x പ്ലസ് 3y -4z ഇൻറ്റു 2x പ്ലസ് 3y -4z. ഇപ്പോൾ എക്സ് സ്ക്വയർ നമ്മൾ എക്സ് ഇൻറ്റു എക്സ് എന്ന് എഴുതില്ലേ, അതേപോലെ ഇത് എഴുതാം. ഇത്രയേ ഉള്ളൂ.